സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. എന്തുകൊണ്ടാണ് ഈ 5:51 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? മുഹമ്മദിന് ഭയം ഉണ്ടായിരുന്നു. മുഹമ്മദിന് അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ കാര്യങ്ങളൊക്കെ വഹിയാണെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയല്ലേ. ഈ ഖുറൈശികൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അവന്മാരിതൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ചു. അതുപോലെ മദീനയിലുള്ള അൻസാറുകളായിരിക്കുന്നവർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, ഒക്കെ കണ്ണടച്ച് വിശ്വസിച്ചു. പക്ഷേ യഹൂദനും ക്രിസ്ത്യാനിയും അങ്ങനെയല്ലല്ലോ. അവരുടെ കൈവശം വേദഗ്രന്ഥം ഇരിപ്പുണ്ട്. അപ്പോൾ വേദഗ്രന്ഥത്തിൽ പറഞ്ഞതെന്നും പറഞ്ഞ് മുഹമ്മദ് മൂസയുടെ കഥ പറഞ്ഞാലും ഇബ്രാഹീമിന്റെ കഥ പറഞ്ഞാലും ഈസയുടെ കഥ പറഞ്ഞാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ കയ്യിലുള്ളതാണ് കേട്ടാ, അബ്രഹാമിനെ കുറിച്ചാണ്, ഇത് ദാവീദിനെ കുറിച്ചാണ്, ഇത് യേശുവിനെ കുറിച്ചാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ യഹൂദനും ക്രിസ്ത്യാനും തിരുത്തി കൊടുക്കും. എടേ